ഹലോ ഗൈസ്, എൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിലിരിക്കാൻ വന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഒരു സാധനം ഓർഡർ ചെയ്താണ്ടോ, കാരണം മസാലയൊക്കെ ഇടുന്ന ബോക്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്നു കണ്ടോ. ഇതുപോലത്തെ 160 രൂപയ്ക്ക് ഇതുപോലെ 2 ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഹാപ്പിയായി, കാരണം 2 ബോക്സിനകത്ത് 4 കുഞ്ഞു സ്പൂണ് 4 ടൈപ്പിലുള്ള മസാല ഒരു ബോക്സിൽ ഇട്ട് വെക്കാട്ടോ. നല്ല ലാഭം തോന്നി. പക്ഷെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ, ഇതുപോലത്തെ എത്ര എണ്ണം നീ വാങ്ങുന്നൊക്കെ. പക്ഷെ ആദ്യം ഒരു ടൈപ്പിൽ ഇതുപോലെ പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോഡലായിരുന്നില്ല, അത് കാരണം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനും ഇവിടെ ഇല്ലാതിരുന്നാല് അമ്മമ്മയൊക്കെ ഒരു ഭാഗത്ത് പിടിച്ച് ഇരിക്കാത്ത ആളാണ് കേട്ടോ, ഓടിപ്പോയി കുക്ക് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പം അമ്മമ്മയ്ക്കൊക്കെ ഈസി അല്ലേ വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം അമ്മ വഴക്ക് പറഞ്ഞാൽ എന്താ പുതിയ മസാലയൊക്കെ കൊട്ടിവെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അമ്മമാരൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ആദ്യം വഴക്ക് പറഞ്ഞാൽ പിന്നെ എല്ലാം അവരും കൂടി ഇഷ്ടപ്പെട്ട് നമ്മൾ കൂടെ നിൽക്കും കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കൊട്ടിവെച്ചു. പിന്നെ കിച്ചോട്ടനുണ്ട് അവിടെ, അതായത് ഞാൻ ഇവിടെ ഇരിക്കാൻ വന്നല്ലേ, അപ്പോൾ അവിടെ ചിക്കൻ വെച്ച് പിന്നെ എനിക്ക് കൊണ്ട് തരണ്ടേന്ന് പറഞ്ഞിട്ട് നീ അവിടെ ഉണ്ടാക്കും, ഞാൻ അവിടെ ചിക്കനായിട്ട് കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ചിക്കൻ കൊണ്ട് തരാമെന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ അമ്മയിളൊക്കെ വരുന്നുണ്ടോ, കണ്ടോ മസാല ബോക്സ് കിട്ടേണ്ട രാശിയുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ചിക്കനാണ് വെക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയായിട്ട് ഇളക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കാൻ പോവാണ്. ചിക്കൻ എപ്പോഴും എടുത്താൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന പതിവാണ്, പക്ഷേ ഇപ്രാവശ്യം മാറ്റി പിടിച്ച് ചിക്കൻ കറിയും ഗീ റൈസും ഉണ്ടാക്കാൻ പോവാണേ. കാരണം നമ്മുടെ മസാല ബോക്സിൽ ഒന്നില് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് അങ്ങനെയാണ് ഇട്ട് വെച്ചത്. അടുത്ത ബോക്സിൽ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെ നോൺ വെജ് ഒക്കെ വെക്കുന്ന ടൈപ്പുള്ള മസാലകൾ മൊത്തം വേറൊരു ബോക്സിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കനിലിതാ ഏകദേശം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറിയും വെക്കണം, ഗീ റൈസും വെക്കണം. കുറച്ച് മസാല ഒന്ന് ഇതിൽ സെറ്റ് ആവട്ടെ, ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ചെറുതല്ലേ പറഞ്ഞ് നെയ്വണ്ടേ. ഹലോ ഗൈസ്, ഞങ്ങൾ നെയ്ച്ചോറുണ്ടാക്കാൻ പോയി. അതിനു വേണ്ടി ഉരുളി എടുത്തിരിക്കുകയാണ്. കുക്കറില്ല, കുക്കറ് അരയ്ക്കാൻ ഉരുളിയിൽ വെക്കാൻ പോകും. നെയ്ച്ചോ നെയ്യ് വേണം, നാരി വേണം, നെയ്യ് വേണം. ഇതൊക്കെ എടുത്ത് അവിടെ കാണുന്നു. ഇനി കാണുന്നു എന്റെ മാക്സി കണ്ടത് 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 4 സ്പൂൺ നെയ്യ്. ഞാൻ പറഞ്ഞു, ഞാൻ നെയ്റ്റ് നോക്കിയത് ശരിയാണ്. അവിടെ കാണില്ല 4 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് നമ്മൾ. അതിലോട്ട് എല്ലാ സ്പൈസസ് ഇടാൻ പോകുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ എല്ലാം ഇടാൻ പോകുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഉള്ളിയും ഇടാൻ പോകുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ട്, കൂടെ അമ്മയ്ക്ക് ടെൻഷൻ. അമ്മ 80 ഒന്നും പഴയതിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് ടെൻഷൻ. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ജീര റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കനിൽ മസാല പിടിക്കുമ്പോഴേക്കും ഞാൻ ഗീ റൈസാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഓയിൽ, നെയ്യിലും പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൊക്കെ മിക്സ് ചെയ്ത ശേഷം ഉള്ളി, പച്ചമുളകും വഴറ്റിയെടുത്ത് അതിൽ റൈസ് ഇട്ട് നല്ല ചൂടുവെള്ളം കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു കൊടുത്ത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ഗീ റൈസ് റെഡിയായി കിട്ടും.
റൈസ് ഒരു സൈഡ് സെറ്റായപ്പോൾ ഞാൻ ഒരു സൈഡിൽ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടി ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓൾറെഡി നമ്മുടെ ചിക്കൻ മസാലയൊക്കെ സെറ്റായിട്ട് ഇനി നമുക്ക് വെക്കാം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. അടുത്തത് ചിക്കൻ വെക്കാൻ പോവുകയാണ്. റൈസ് ഒരു സൈഡ് സെറ്റായിട്ട് ഇനി ഫൈനലായിട്ട് നമുക്ക് ഒന്നും കൂടെ സെറ്റാക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായപ്പോൾ അതിലോട്ട് ഞാൻ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം അമ്മ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഉള്ളി നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, പക്ഷെ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് വഴറ്റിയ ശേഷം ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തു. ചിക്കൻ്റെ പാലം എടുക്കൂ, ബോക്സ് എടുക്കൂ. ചിക്കൻ ആദ്യം മഞ്ഞപ്പൊടി മുളക് പൊടി എടുക്കൂ. ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് ജാടിയിലുണ്ട് കുക്ക് ചെയ്യണത്. അമ്മ അതെടുക്ക് ഇതെടുക്കുന്നു പറഞ്ഞിട്ട്. കാരണം വീട്ടിൽ വന്ന് എപ്പോഴും കുക്ക് ചെയ്യുന്ന ആൾ ഞാനാണ്. നോൺ വെജിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ ഞാൻ ബോക്സ് വാങ്ങിയാൽ അമ്മ വഴക്ക് പറഞ്ഞില്ലേ, എപ്പോഴേക്കും മസാലയൊക്കെ കൊട്ടി വയ്ക്കുമ്പോഴേക്കും കിച്ചോട്ടനുണ്ട് ചിക്കൻ എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കാനുണ്ടോ. അപ്പോൾ ഞാൻ കണ്ടോ ബോക്സ് വന്നതിൻ്റെ രാശിയിലാണ് കിച്ചോട്ട് ചിക്കൻ എടുത്തിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അമ്മ. പിന്നെ ഞങ്ങൾ പൊതുവേ അങ്ങനെയാണ് കേട്ടോ, ഒന്നും വിചാരിക്കലേ. ഞാനും അമ്മ അങ്ങനെയാണ്. പിന്നെ ഒട്ടുമിക്ക മസാലകളും നമ്മൾ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കൂടെ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഉള്ളിയും തക്കാളി എല്ലാം നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചിക്കൻ ആ ചീനച്ചട്ടിയിലോട്ട് ഇടുമ്പോൾ ഇളക്കാൻ പോലും നമുക്ക് സ്പേസ് ഇല്ല കേട്ടോ. അത്രയും കുഞ്ഞു ചട്ടിയായി പോയി. ഇത്രയും ഒരു സ്പേസ് ഇല്ലാതാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ആകെ ബുദ്ധിമുട്ടായി. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചട്ടി മാറ്റുന്ന ഒരു പ്ലാനിലേക്കാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മൾ പാത്രം തന്നെ മാറ്റിയിട്ടോ. ആദ്യം കുറച്ച് കോരിയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചട്ടിയിൽ നിന്ന് മുഴുവനായിട്ട് ആ പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് കൊട്ടുക ചെയ്തത്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണം വേണ്ടി എക്സ്ട്രാ ഡീസൻ്റ് ആവാനൊന്നും പറ്റില്ലല്ലോ. നമ്മളെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല സ്പേസ് കിട്ടിയല്ലോ ചിക്കന് വേവാൻ. അപ്പോൾ അത് വെന്തോട്ടെ. നമുക്കിനി ഗീ റൈസ് ഒന്ന് സെറ്റാക്കാം. ഗീ റൈസ് വെച്ചിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. രണ്ടാമത്തെ വട്ടം ഒന്നാണ് വെക്കുന്നത്. ഞാൻ കൂടുതലും ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരുവിധം എനിക്ക് അറിയുന്ന പോലെയൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ഗീ റൈസും ഒരുവിധമൊക്കെ തരക്കേടില്ലാത്ത രീതിയിലൊന്ന് സെറ്റായിട്ടോ. സൈഡ് നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ നല്ല വേവുണ്ട്. ഇത് നാടൻ കോഴിയുടെ ഒരു ടൈപ്പാണ് കേട്ടോ ആ ചിക്കൻ. അത് കാരണം നല്ല വേവുണ്ട്. അതൊരു സൈഡ് വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഈസ്റ്റേണിൻ്റെ മസാലയൊക്കെ മാറ്റിയിട്ടോ ഒക്കെ ആച്ചിയാക്കി. ഇത് കാരണം എനിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തോന്നി. വറുത്തരച്ചൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി. അങ്ങനെ സൈഡ് നമ്മുടെ ഗീ റൈസും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ചിക്കൻ്റെ മണം അടിക്കാൻ തോന്നി. പിന്നെ മെല്ലെ നൈസായിട്ട് പ്ലേറ്റ് എടുക്കാൻ പോകട്ടോ. നിങ്ങൾക്ക് ഈ ശീലമുണ്ടോ? അതുപോലെ നോൺ വെജൊക്കെ വെക്കുമ്പോൾ ഉപ്പ് നോക്കുന്ന പരിപാടിയെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കൽ എനിക്ക് എപ്പോഴും ആ ശീലമുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഉപ്പ് നോക്കുന്ന പരിപാടിയിൽ കഴിക്കില്ല. അതിലാണ്ടോ കൂടുതലായിട്ട് ചിക്കനകത്ത് കയറുന്നത്. അത് പ്രത്യേകത ഒരു ടേസ്റ്റാണല്ലേ. നിങ്ങൾ അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അമ്മ അതാ ഒരു പച്ച ചരടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരോ രാമേശ്വരം പോയിട്ട് കൊടുത്താന്ന് പറഞ്ഞ ഗംഭീര ഒരു ചരടൊക്കെ കെട്ടി നടക്കുന്നുണ്ട്, പച്ച കളറ്. അങ്ങനെ ചിക്കൻ ആയിന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഏകദേശം ഗീ റൈസും ചിക്കൻ കറിയൊക്കെ സെറ്റായി തോന്നിയപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ അമ്മമ്മ കാര്യമായിട്ട് സീരിയൽ കാണുകയാണേ. നോക്കുമ്പോൾ പാരിജാതമല്ല എന്താ പത്തരമാറ്റം എന്തോ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും പണ്ട് കാണുമായിരുന്നില്ല, അതൊന്നുമില്ല. ആ സമയത്ത് സാന്ത്വനമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിവിടെ നിന്ന് പോണതിന് മുമ്പ് അബുദാബിക്കൊക്കെ പോണതിന് മുമ്പ് സാന്ത്വനമൊക്കെ അമ്മമ്മയൊക്കെ ഒപ്പം ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ട് ഇറങ്ങിയെന്നോ ഇറങ്ങാൻ പോകണമെന്നോ എന്തോ പറയുന്നു കേട്ടു. ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പത്തരമാറ്റാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സീരിയലൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. പുറത്തൊരാൾ ചിക്കൻ്റെ മണം കേട്ട് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. എനിക്ക് വേണം എനിക്കല്ലേ? ടൈഗറിനില്ല. ടൈഗറിന് നാളെ തരും. നാളെ തരാ.
ടൈഗർ നാളെ തരാ. അങ്ങനെ ടൈഗർ ഇട്ട് കുറച്ച് നേരം പ്രാന്താക്കിയ ശേഷം അവനും ഫുഡ് കൊടുത്തു കേട്ടോ. ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവനിങ്ങനെ ചൊറിയാന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയില്ലേ. ഇതിൽ ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം എടുത്ത് പഴകണമല്ലോ കേട്ടോ. അതിനൊക്കെ എല്ലാത്തിനും മാറ്റം വരുത്താം. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.